ബിഗ് ബോസ് മലയാളം സീസൺ 7. ശരിക്കും ഈ ഹനീഷ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിന്റെ ജീവിതം അതൊരു പാഠപുസ്തകമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും പഠിക്കാനായിട്ടുണ്ട്. ഒരുപാട് ജീവിതാനുഭവങ്ങളും വെല്ലുവിളികളും നിറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് അത്. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എല്ലാം അത്രയേറെ വെല്ലുവിളികൾ നിറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അതേസമയം തന്നെ മോട്ടിവേഷൻ നൽകുന്ന ഒരു കഥയും കൂടിയാണ്. ഇപ്പൊ ഷാനവാസിന്റെ അടുത്തിരുന്നിട്ട് അനീഷ് പുള്ളിയുടെ ലൈഫിലെ ഒരു സ്റ്റേജിൽ നടന്ന സംഭവങ്ങളെ പറ്റി പറയുകയാണ്. ജോബ് ഓഫർ ലഭിച്ച് UAE ഷാർജയിലേക്ക് പോയ അനീഷിന് ആ ഒരു ജോലി കിട്ടാതാവുകയാണ്. നല്ല രീതിയിൽ തന്നെ സാലറി ഒക്കെ ഓഫർ ചെയ്തിരുന്ന ഒരു ജോബായിരുന്നു. ഷാർജയിൽ അത് കിട്ടാതാവുകയും പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വന്ന് ആകെ ഡിപ്രസ്ഡ് ആയിട്ടൊരു മുറിയിൽ 2 കൊല്ലം കഴിഞ്ഞു എന്നാണ് ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറയുന്നത്. ആ 2 കൊല്ലം ഇരുന്നതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അപ്പച്ചനോട് പറഞ്ഞ് നെൽകൃഷിയിലേക്ക് ഇറങ്ങി എന്നൊരു കാര്യവും അനീഷ് പറയുന്നുണ്ട്. അവിടുന്നായിരുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ തുടക്കം. അവിടുന്ന് പിന്നെ അനീഷ് എഴുതി തുടങ്ങി, 2 പുസ്തകങ്ങൾ എഴുതിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനീഷ് ഒരു മോട്ടിവേഷൻ എന്നോണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഈ പറയുവാണ്, വെട്ടിപ്പിടിക്കാൻ ഒരുപാട് ആകാശങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തിനെങ്കിലും പേടി ഉണ്ടാവോ? ഇല്ല. ഇന്നലെ പെയ്ത മഴയത്ത് പൊട്ടി മുളച്ചൊരു കടുകുമണി അല്ല ഞാൻ. പിന്നെ ഉണ്ടല്ലോ ഷാനവാസ്, ഞാൻ തോറ്റു കൊടുക്കില്ല. ആരെന്തൊക്കെ ചെയ്താലും എന്നെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുകയുമില്ല. ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് അടിയുറച്ച് പറയുന്നുണ്ട്. സ്വന്തം പ്രവാസ ജീവിതത്തെ പറ്റിയും പിന്നെ പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയൊക്കെ അനീഷ് പറഞ്ഞ സമയത്ത് ഷാനവാസിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു മോട്ടിവേഷൻ പോലെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഷാനവാസിന്റെ കരിയറിലും ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഷാനവാസ് എത്തി നിന്നിട്ടുണ്ടാവാം. ആ സമയത്ത് ഏതോ വാഷ് ഔട്ട് ആയി പോകാനോ അല്ലെങ്കിൽ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യാനോ ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ടാവും. അതാണ് ചെയ്യേണ്ടത്. നമ്മള് ബൗൺസ് ബാക്ക് ആണ് ചെയ്യേണ്ടത്. ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായാലും നമ്മള് തിരിച്ച് ജീവിതത്തിലേക്ക് കടക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സന്ദേശമാണ് പ്രേക്ഷകരിലേക്ക് അനീഷ് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു കഥയും ഇതിനകത്തെ ആ ഒരു മോട്ടിവേഷൻ എലമെന്റും എല്ലാം വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.